അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുക്കുന്ന മനുഷ്യർ, അവരെ അവസാനമായി കാണാനെത്തുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, അധ്യാപകർ, ഈ വിഷമങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്നിരുന്നാലും തീരാത്ത വേദനയുമാണ്. ഈ അപകടം എങ്ങനെയാണ് നാട് ഉൾക്കൊണ്ടത്? എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ അപകടം നടന്നത് തികച്ചും ആ പ്രദേശത്തിൻ്റെ, ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അപകടം ഇനിയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരവസ്ഥയാണ് ഈ നാട്ടിലെ ആളുകളും, പ്രത്യേകിച്ച് ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. നാട് ഒന്നടങ്കം ആ പ്രയാസത്തിൽ നിന്നും ഇനിയും മോചിതരായിട്ടില്ല. ഈ മരിച്ച കുട്ടികളുടെ സുഹൃത്തുക്കളും അവരുടെ വീടുകളുടെ അയൽവാസികളും ഞങ്ങൾ ഇന്നും അവരുടെ വീടുകളിൽ വൈകുന്നേരം സന്ദർശനം നടത്തിയപ്പോൾ ഇനിയും അവർ തേങ്ങലടക്കാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അവർ ഈ മരണത്തിന് കീഴ്പ്പെടേണ്ട കുട്ടികളല്ലായിരുന്നു. അവിടെ ആ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് ഒരേപോലെ, ആ കുട്ടികൾ ഈ സ്കൂളിൽ വരുന്ന കാലഘട്ടം മുതൽ ഒരേപോലെ വരികയും അതേപോലെ തന്നെ ഈ കുട്ടികൾ ഒരുമിച്ചാണ് സ്കൂൾ വിട്ട് അവരുടെ വീടുകളിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീടുകളിലേക്ക് പോകാറുള്ളത്. അന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 50നോടടുത്ത് അപകടങ്ങൾ ഈ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ഹൈവേ പണി കഴിഞ്ഞതിന് ശേഷം ഈ പനയമ്പാടത്ത് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 20ഓളം ആളുകൾ മരണത്തിന് കീഴടങ്ങിയ ഒരു പ്രദേശമാണ് ഈ പനയമ്പാടം, ഈ അപകടം നടന്ന പ്രദേശം എന്ന് പറയുന്നത്. ഒട്ടനവധി ആളുകൾ അംഗവൈകല്യം സംഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതം പാതി വഴിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു ഒരു അവസ്ഥയും കൂടിയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഈ പനയമ്പാടം പ്രദേശത്ത് ഈ അപകടമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖം ഞങ്ങളുടെ പിഞ്ചു മക്കൾ, അത് ചെറിയ കുട്ടികളാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, 13 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. ഞങ്ങൾക്കത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അധ്യാപകരും മറ്റ് സഹപാഠികളും ആ ദുഃഖത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല.